ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതുള്ളിൽ ചെല്ലുന്നോടെ നിന്റെ എല്ലാ അഹങ്കാരം തീരോടി. ഇതൊന്നും ഞാൻ വിശ്വസിക്കില്ല. അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ഉറപ്പാ. ആ, ഞാൻ കണ്ടുപിടിച്ചോളാം. പിന്നെ അയ്യോ, എന്തുവായിരിക്കും നടന്നത്? ഈ മരുന്ന് എല്ലാ ഭക്ഷണത്തിലും ചേർക്കണ്ടേ നാത്തുനെ? മണ്ടത്തരം പറയാതെ അങ്ങനെ ചെയ്താ ഇതെല്ലാം നമ്മുടെ പണിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ലേ? അയ്യോ, പിന്നെന്ത് ചെയ്യും? നമുക്ക് കിരണും ദുർഗയ്ക്ക് മാത്രമുള്ള പായസത്തിൽ ചേർക്കാം. ആ, അത് ശരിയാ. അതാവുമ്പോ വേറെ ആർക്കും പണി കിട്ടില്ല. ആ, അത് മാത്രമല്ല, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭക്ഷണമൊന്നും വേസ്റ്റ് ആവത്തുമില്ല. അതെ, ആ പിശാച് പോയിട്ട് നമുക്ക് തന്നെ കഴിക്കാം. ദുർഗയുടെ എല്ലാ അഹങ്കാരവും ഈ മരുന്ന് വയറ്റിൽ ചെല്ലുന്നോടെ തീരും. മിക്കവാറും ഇന്ന് മുഴുവൻ ബാത്റൂമിൽ തന്നെയായിരിക്കും. ഗിരിജേ, എന്താ നാത്തുനെ? ദേ അവരെത്തിന്ന് തോന്നുന്നു. ആ, വരട്ടെ നാത്തുനെ. ഇന്ന് രണ്ടിനെ നമുക്ക് ശരിയാക്കി എടുക്കാം. വാ, 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 വാ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇതെന്താ എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ല? എല്ലാവർക്കും ഉണ്ട്. ഇത് കുട്ടിയേട്ടന്. എനിക്കോ? അതെ, ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുട്ടിയേട്ടന് ഈ വീട്ടിലെ ഒരു അംഗം തന്നെയാ, അല്ലേ മുത്തശ്ശി? അതെ 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 അതെ, അതുകൊണ്ടല്ലേ ദേവേടിന്റെ സ്ഥാനത്ത് നിന്ന് ദുർഗയുടെ കല്യാണം നടത്തി കൊടുത്തത്. ആ നന്ദി അവൾക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്നെങ്കിലും നിനക്കൊന്ന് നാ കടക്കി വെച്ചൂടെ ഗിരിജേ? സത്യം പറയുന്നവരുടെ നാവടപ്പിക്കാനാണല്ലോ എല്ലാവർക്കും ധൃതി. വേണ്ട, ഒന്നും രണ്ടും പറഞ്ഞൊരു വഴക്ക് വേണ്ട. എന്റെ മോള് കല്യാണം കഴിഞ്ഞ ആദ്യമായിട്ടാ വന്നിരിക്കുന്നത്. ഇന്ന് ഇവരുടെ സമാധാനം കളയാൻ ഞാൻ സമ്മതിക്കില്ല. ആ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ആർക്കെങ്കിലും യുദ്ധം പ്രഖ്യാപിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഇനി ചോദിച്ചില്ല കേട്ടില്ല എന്ന് പറയരുത്. ആ, നീ ആ ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുക്കും മോളെ. ദാ അച്ഛാ. ശരി മോളെ. മുത്തശ്ശി, ദാ. അപ്പച്ചി. അല്ല, അഞ്ജനി അബി എന്തി? മോളെ, അവൾക്കുള്ളത് ഇങ്ങ് തന്നെ ഞാൻ കൊടുത്തോളാം. അമ്മേ, എന്റെ ഈ അവസ്ഥ കണ്ട് നീ ഒന്ന് മനസ്സിലായിക്കോ. നിന്റെ പിറകെയും പോലീസ് കാണും. നിങ്ങൾ ഈ പറയുന്ന പോലീസുകാർ എന്റെ പുറകിലുണ്ടെങ്കിൽ പിന്നെന്താ അവരെന്നെ പിടിക്കാത്ത? അതാ എനിക്കും മനസ്സിലാകാത്ത. ഇതെല്ലാമേ നിനക്ക് കിട്ടേണ്ടതായിരുന്നു. എന്റെ സമയം മോശമായോണ്ട് അത് എന്റെ തലയിൽ വന്നു. ആര് പറഞ്ഞു മോശമാണെന്ന്? ദേവൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് എടുത്തെറിഞ്ഞ പോലെയല്ലേ ഇപ്പൊ നിങ്ങൾ രക്ഷപ്പെട്ടത്? പരിക്ക് പറ്റാത്ത വല്ല സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ഇടാമായിരുന്നു. ഓ, ഇതിപ്പോഴേ എന്റെ അമ്മേ, എന്തൊരു വേദനയാണെന്നറിയാമോ? അതൊക്കെ ഒരാഴ്ച കഴിയുമ്പോ മാറുമെന്നേ. ഏതായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. പ്രതി, നീ സൂക്ഷിക്കണം. കാര്യങ്ങൾ നിസ്സാരമായി കാണരുത്. ഒരു മനസാക്ഷിയില്ലാത്തവരാ ആ അണ്ടർ കവർ പോലീസ് ടീം. അവർക്ക് കൊല്ലാനും ചാകാനും ഒരു മടിയില്ല. ആ കാറിൽ മരുന്നുമായി അവരെന്നെ പിടിച്ചിരുന്നെങ്കിൽ അവരെന്നെ ടോർച്ചർ ചെയ്ത് നരകം കാണിച്ചനെ. അത് ഉറപ്പാ. അവരാരെങ്കിലും കാണാൻ സാധിച്ചോ? ഇല്ല. പക്ഷെ ഡ്രൈവ് ചെയ്തവരെ
സമ്മതിക്കണം. കാറേ പറന്നാണ് വന്നത്. ഒരു ചേസ് ഉണ്ടായാലേ അവരെ വെട്ടിച്ച് രക്ഷപ്പെടാമെന്ന് നീ ചിന്തിക്കണ്ട. അണ്ടർ കവർ ടീമിൽ ആരൊക്കെ ഉള്ളതെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അല്ലാതെ ഇനി നമുക്ക് രക്ഷയില്ല. അമ്മേ, ഞാനും കിരണും ഇന്ദ്രപ്രസ്ഥത്തില. അവിടെ കയറിയതിന്റെ ലക്ഷ്യം എന്താണെന്ന് അമ്മയ്ക്കറിയാലോ. അത് നേടും വരെ ഞങ്ങൾക്ക് അവിടെ നിന്നേ പറ്റൂ. ഒരു കല്യാണ നാടകം കളിച്ച് മുത്തശ്ശിയെയും അച്ഛനെയും വിഷമിപ്പിക്കേണ്ടി വന്നു. പക്ഷെ ഇപ്പൊ അച്ഛനും മുത്തശ്ശിയും എല്ലാം വളരെ സന്തോഷത്തില. ഞങ്ങൾ ശരിക്കും വിവാഹം കഴിച്ചെന്നാ അവരെ വിശ്വസിച്ചിരിക്കുന്നെ. നാളെ അത് അങ്ങനെയല്ല എന്നറിയുമ്പോ അവരൊരുപാട് വേദനിക്കും. അതെല്ലാം ഓർക്കുമ്പോ എനിക്ക് നല്ല ടെൻഷനുണ്ട്. എങ്കിലും ഇതെല്ലാം വലിയൊരു ലക്ഷ്യത്തിന് വേണ്ടിയാ ഞാൻ ചെയ്യുന്നത്. അത് നേടാൻ അമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും എനിക്കുണ്ടാവണം. ആരെയും വിഷമിപ്പിക്കാതെ എല്ലാത്തിനും ഒരു പരിഹാരം കാണാനും വഴി കാണിച്ചു തരണം. ഇതുള്ളിൽ ചെല്ലുന്നോടെ നിന്റെ എല്ലാ അഹങ്കാരം തീരോടി.